ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ദിവസം, അതായത് പുതിയ നിയമസഭയുടെ ക്രൈസ്തവ സഭയുടെ ഇനാഗുറൽ സെറിമണി നടന്ന ദിവസം, അപ്പോസ്തലനായ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് 3000-ഓളം ആളുകൾ ഒന്നിച്ച് സ്നാനജലത്തിലേക്ക് ഇറങ്ങി. ഇപ്പോഴത്തെ അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള ജാക്സൺവില്ല് ബീച്ചിൽ പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചതുപോലെ അസാധാരണമായ ഒരു സ്നാന ശുശ്രൂഷ നടന്നിരിക്കുന്നു. 2500-ലധികം ആളുകളാണ് ഒരേ മനസ്സോടെ ഒരേ വിശ്വാസത്തോടെ ഈ കടൽ തീരത്ത് ഒത്തുകൂടുകയും യേശുക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തത്. 2012 ഫ്ലോറിഡയിലെ ജാക്സൺവില്ലിൽ സ്ഥാപിതമായതും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അമേരിക്കയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു സഭയായി മാറിയതുമായ ദ ചർച്ച് ഓഫ് 1122 എന്ന സഭയുടെ നേതൃത്വത്തിലാണ് ജാക്സൺവില്ലിൽ ഈ കൂട്ട സ്നാന ശുശ്രൂഷ സംഘടിപ്പിക്കപ്പെട്ടത്. കേവലം ഒരു ചടങ്ങ് എന്നതിലപ്പുറം വിശ്വാസത്തിൻ്റെ ഒരു പരസ്യ പ്രഖ്യാപനമായിരുന്നു ഈ ചടങ്ങ്. ദ ചർച്ച് ഓഫ് 1122 എന്ന സഭയുടെ സ്ഥാപകൻ പാസ്റ്റർ ജോബി മാറ്റിൻ്റെ നേതൃത്വത്തിൽ മാസങ്ങളായി നടന്ന പ്രാർത്ഥനയുടെയും തയ്യാറെടുപ്പുകളുടെയും ഫലമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു കൂട്ട സ്നാന ശുശ്രൂഷ നടന്നത്. ആയിരക്കണക്കിന് വിശ്വാസികൾ ഒന്നിച്ചുകൂടി ആരാധിക്കുകയും സാക്ഷ്യങ്ങൾ പങ്കിടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അസാധാരണമായ കാഴ്ചയാണ് ജാക്സൺവിൽ കടൽ തീരത്ത് നാം കാണുന്നത്. ഇത്രയും വലിയൊരു ജനക്കൂട്ടമുണ്ടായിരുന്നിട്ടും അവിടെ യാതൊരുവിധ സമാധാനം ഹനിക്കുന്ന ഒരു സംഭവങ്ങളും ഉണ്ടായില്ല. വളരെ വ്യവസ്ഥാപിതമായി സ്നാന ശുശ്രൂഷ ചടങ്ങുകൾ അവിടെ നടന്നതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സുരക്ഷാ ജീവനക്കാരും പാസ്റ്റർമാരുമൊക്കെ കാര്യങ്ങൾ കൃത്യമായി നിയന്ത്രിച്ചു. പ്രാദേശിക ഭരണകൂടവും പോലീസുമൊക്കെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും കൂടെ നിന്നു. അതുകൊണ്ട് ചടങ്ങുകൾ വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുവാനും സാധിച്ചു എന്നുള്ളതും പ്രത്യേകതയാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്തരം കൂട്ട സ്നാന ശുശ്രൂഷകൾ ആദ്യമായിട്ടല്ല നടക്കുന്നത്. അമേരിക്കൻ ചരിത്രത്തെ മാറ്റിമറിച്ച വലിയ ആത്മീയ ഉണർവുകളുടെ ഒരു നീണ്ട പാരമ്പര്യം തന്നെ അമേരിക്കയ്ക്കുണ്ട്. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ 10,000-കണക്കിന് ആളുകളാണ് ഒന്നിച്ച് വിവിധ ഇടങ്ങളിൽ സ്നാനത്തിലേക്ക് തയ്യാറായി മുന്നോട്ട് വന്നതും സ്നാനപ്പെടുവാൻ തയ്യാറായതും. 1960കളിലും 70കളുടെ ആരംഭത്തിലുമൊക്കെ ആഞ്ഞടിച്ച ജീസസ് മൂവ്മെൻറ്റിൻ്റെ കാലത്ത് കാലിഫോർണിയയിലെ പൈറേറ്റ്സ് കോവ് തീരങ്ങളിൽ ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് സ്നാനമേറ്റിരുന്നു. ലോകപ്രശസ്ത സുവിശേഷകനായിരുന്ന ബില്ലി ഗ്രഹാമിൻ്റെ ശുശ്രൂഷകളിലും ഇതുപോലെ കൂട്ട സ്നാന ശുശ്രൂഷകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഫ്ലോറിഡയിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സമീപകാലത്ത്, അതായത് കോവിഡിന് ശേഷം, പ്രത്യേകിച്ച് 2023-24 കാലഘട്ടത്തിൽ അമേരിക്കയിലെ പ്രമുഖ സർവകലാശാലകളിൽ പലതിലും വലിയ തോതിലുള്ള ആത്മീയ ഉണർവുണ്ടാകുകയും കൂട്ട സ്നാന ശുശ്രൂഷകൾ തുടർമാനമായി നടക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ക്യാമ്പസുകളിലെ ജലാശയങ്ങളിലും അല്ലെ താൽക്കാലികമായി ഉണ്ടാക്കിയ സ്നാന തൊട്ടികളിലുമൊക്കെയായിട്ട് സ്നാനമേറ്റത്. ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഉണർവാണ് 2023 നടന്ന ആസ്ബറി ഉണർവ്. കെൻഡക്കിയിലെ ആസ്ബറി സർവകലാശാലയിൽ 2023 ഫെബ്രുവരിയിൽ നടന്ന ഒരു സാധാരണ ചാപ്പൽ സർവീസിന് ശേഷം വിദ്യാർത്ഥികൾ അവിടെ തന്നെ തുടർന്നു. അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. അതിനെ തുടർന്ന് അടുത്ത 16 ദിവസത്തോളം നീണ്ടു നിന്ന അതിശക്തമായ ഒരു ഉണർവുണ്ടായി. ഈ ആത്മീയ ഉണർവ് അമേരിക്കയിലെ മറ്റ് പല ക്യാമ്പസുകളിലേക്കും വ്യാപിക്കുകയും നിരവധി വിദ്യാർത്ഥികൾ ഒന്നിച്ച് സ്നാനപ്പെടുവാൻ മുന്നോട്ട് വരികയും ചെയ്തു. കൂട്ട സ്നാനങ്ങൾക്ക് നേതൃത്വം നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട സംഘടനയാണ് യുണൈറ്റ് US എന്ന് പറയുന്ന സംഘടന. പ്രശസ്ത സുവിശേഷകയും എഴുത്തുകാരിയുമായ ജെന്നി അലൻ, സുവിശേഷ പ്രഭാഷകനായ ജോനാഥാൻ പൊക്ലൂഡ തുടങ്ങിയവരാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. യൂണിവേഴ്സിറ്റികളിലെ വലിയ സ്റ്റേഡിയങ്ങളിലും വലിയ ഓഡിറ്റോറിയങ്ങളിലും അവർ മെഗാ വർഷിപ്പ് ഈവൻറ്റുകൾ സംഘടിപ്പിക്കുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ യോഗങ്ങളുടെ ഒടുവിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെടുവാൻ താല്പര്യമുള്ളവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇതായിരുന്നു അവരുടെ പ്രവർത്തന രീതി. അങ്ങനെ മുന്നോട്ട് വരുന്ന ആളുകളെ ഒന്നിച്ച് അവിടെ താൽക്കാലികമായി തയ്യാറാക്കിയിരിക്കുന്ന ബാപ്റ്റിസം ട്രക്കുകളിൽ സ്നാനപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 100 കണക്കിന് ആളുകളാണ്, വിദ്യാർത്ഥികളാണ് ഇങ്ങനെ ഒന്നിച്ച് സ്നാനപ്പെടുവാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. കോവിഡ് കാലത്തെ ഒറ്റപ്പെടലും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ അനുഭവിച്ചിരുന്ന ഇസഡ് ജനറേഷൻ ആത്മീയതയിലേക്ക് ഓടിക്കൂടിയതിൻ്റെ ഒരു നേർക്കാഴ്ചയായിരുന്നു നമ്മൾ ഇത്തരം കൂട്ട സ്നാന ശുശ്രൂഷകളിൽ കണ്ടത്.
പള്ളികളിലെ ഔദ്യോഗിക ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് നടക്കുന്ന ചടങ്ങുകൾക്ക് അപ്പുറം ക്യാമ്പസുകളിലെ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലും പൊതു ജലാശയങ്ങളിലുമൊക്കെ ജനങ്ങൾ കൂട്ടമായി അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ കൂട്ടമായി സ്നാനത്തിലേക്ക് മുന്നോട്ട് വന്നു എന്ന് പറയുന്നത് വലിയൊരു ആത്മീയ മുന്നേറ്റമായി മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഫ്ലോറിഡയിലെ ജാക്സൺവില്ലിൽ 2500-ലധികം ആളുകൾ ഒന്നിച്ച് സ്നാനപ്പെട്ടതും അമേരിക്കയിൽ ക്യാമ്പസുകളിലും അതുപോലെ ജനങ്ങളുടെ ഇടയിലും ഉണ്ടായിരിക്കുന്ന വർദ്ധിച്ച തോതിലുള്ള ആത്മീയ മുന്നേറ്റത്തിൻ്റെ പുതിയൊരു തെളിവായി നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുന്നതാണ്.